എൻ്റെ പേര് ഗ്രീഷ്മ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ +2 കെമിസ്ട്രി സിലബസിലെ ചാപ്റ്റേഴ്സാണ് ഇനി മുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ്സിൻ്റെ കുറച്ച് പാർട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്, covalent solids and molecular solids. ഇപ്പം ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്? ഈ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് സോളിഡ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ അവരുടെ പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത് രണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. ഈ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ പലതരത്തിൽ വരാം. If intermolecular force of attraction existing between two constituent particles, അതായത് രണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അയോണിക് ആണെങ്കിൽ അവര് അയോണിക് സോളിഡ്സ്. ഇനി മെറ്റാലിക് ആണെങ്കിൽ അവര് മെറ്റാലിക് സോളിഡ്സ്. കൊവാലന്റ് ബോണ്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവര് കൊവാലന്റ് സോളിഡ്സും. മോളിക്കുലാർ ആണെങ്കിൽ മോളിക്കുലാർ സോളിഡ്സ് ആണ്. മോളിക്കുലാർ എന്ന് പറയുമ്പോൾ അതിവിടെ മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള ഫോഴ്സസ് വരാം. അതൊന്നില്ലെങ്കിൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആവാം, വാൻഡർവാൾസ് ഫോഴ്സസ് ആവാം, ഹൈഡ്രജൻ ബോണ്ടഡ് ആവാം. ഇതിൽ ഏതെങ്കിലും ഈ 3 ഇന്ററാക്ഷൻസിൽ ഏതെങ്കിലും ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ വരുന്നതെങ്കിൽ അവര് മോളിക്കുലാർ സോളിഡ്സ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ 4 ആയിട്ട് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അയോൺസ് ആണ്. അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അയോൺസ് എന്ന് പറയുന്നത്. അതായത് കാറ്റയോൺസ്, ആനയോൺസ്. അപ്പോൾ അയോണിക് സോളിഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാറ്റയോൺസും ആനയോൺസും വെച്ചിട്ടാണ്. അതായത് അയോണിക് സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കാറ്റയോൺസും ആനയോൺസും ആണ്. ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റയോൺസും ആനയോൺസിനെയും സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അയോണിക് സോളിഡ്സ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള NaCl. NaCl സോളിഡിനകത്ത് Na+ഉം Cl- അയോൺസും ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്കറിയാം എന്താണ്? അയോണിക് ബോണ്ട്സ് ആണ്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അയോണിക് ബോണ്ട് ആണ്. ഇവര് ഹാർഡ് ആണ്, പക്ഷെ ബ്രിട്ടിൽ ആണ്. ഇനി ദേ ആർ ഓൾസോ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അവർ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കണ്ടക്ടേഴ്സ്. അതായത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ഒരു സാധനം ഇലക്ട്രിസിറ്റിനെ കടത്തിവിടണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? അതിനകത്ത് ഫ്രീ മൂവിങ് ആയിട്ടുള്ള ചാർജസ് വേണം, അല്ലെങ്കിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വേണം. ഇപ്പൊ അയോണിക് സോളിഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നിറയെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് വെച്ചിട്ടാണ് അയോണിക് സോളിഡ്സ് ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവർക്ക് മൂവ്മെന്റും കൂടെ പോസിബിൾ ആവണം. പക്ഷെ ഇവിടെ ആ അയോൺസിനെ ജോയിൻ ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് അയോണിക് ബോണ്ട് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് അവർ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കുന്നത്. ഇനി ഇതേ സാധനത്തിന് തന്നെ നമ്മൾ മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കിട്ടും. അപ്പൊ അവർ ആ ഒരു 2 സ്റ്റേറ്റ്സിലും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. ഓക്കെ. ഇനി ഇവർക്ക് എന്താണുള്ളത്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഇടയിലുള്ള ബോണ്ട് സ്ട്രോങ് ആണ്. ബോണ്ട് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഇവരെ മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ട്രോങ് മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട്, ലൈക്ക് സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് ഒത്തിരി ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇവരെ മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ മെയിൻ എക്സാമ്പിൾസ് എന്തൊക്കെയാ? NaCl, മെഗ്നീഷ്യം ഓക്സൈഡ്, അങ്ങനെയുള്ള ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ.
അപ്പൊ ഒന്നും കൂടി സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ അയോണിക് സോളിഡ്സ് അയോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അതായത് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് അവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അയോണിക് ബോണ്ടാണ്. ഇവര് ഹാർഡാണ്, പക്ഷെ ബ്രിട്ടിൽ ആണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി എന്താ, ഇവര് ഇൻസുലേറ്റേഴ്സ് ആണ്, ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. ഇവർക്കകത്ത് അയോൺസ് ഉണ്ടെങ്കിൽ കൂടിയും അയോൺസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട്, അതായത് സോളിഡ് സ്റ്റേറ്റിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ ഇലക്ട്രിസിറ്റിനെ സോളിഡ് സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ മോൾട്ടൻ ആൻഡ് അക്വസ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഈ അയോൺസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കിട്ടുന്നു. അപ്പോൾ അവര് ആ രണ്ട് സ്റ്റേറ്റ്സിലും ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് they have high melting point. നെക്സ്റ്റ് വൺ ആണ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരാം, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ അവർ നന്നായി കണ്ടക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സാധനം ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് മൂവ്മെന്റ് ഓഫ് ചാർജസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിറയെ ഇലക്ട്രോൺ മൂവ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമാണ് ഇവർ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. എന്തായാലും ആ ഒരു സ്ട്രക്ചറിനകത്ത് നിറയെ ഫ്രീ ഫ്ലോയിങ് ഇലക്ട്രോൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ അവർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആവുന്നത്. ആ ഒരു ഗസ് ശരിയാണ്. മെറ്റാലിക് സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീ ഓഫ് ഇലക്ട്രോൺസിനകത്ത് നിറയെ പോസിറ്റീവ് ചാർജസിനെ എംബഡ് ചെയ്ത് വെച്ച പോലെയാണ് അവരുടെ സ്ട്രക്ചർ. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗർ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നിറയെ പോസിറ്റീവ് ചാർജസ് എംബഡഡ് ആക്കി വെച്ചിരിക്കുന്നു. അതിന്റെ ഇടയിലുള്ള സ്പേസസിൽ കൂടിയൊക്കെ നിറയെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നു. ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് മെറ്റാലിക് സോളിഡ്സ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇനി ഇവരുടെ രണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടാണ്. ഇവരും ഹാർഡാണ്, പക്ഷെ ഇവർ ബ്രിട്ടിൽ അല്ല. ദേ ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ തിൻ വയേഴ്സും തിൻ ഷീറ്റ്സും ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ മോൾട്ടൻ സ്റ്റേറ്റ് ആണെങ്കിലും സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിലും ഫ്രീ ഫ്ലോയിങ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അവർ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. പിന്നെ അവർക്ക് ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. ഒരുവിധം നല്ല റേഞ്ചിലുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മെറ്റൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ കാണുന്നവരൊക്കെ മെറ്റാലിക് സോളിഡ് കാറ്റഗറിയിൽ വരും. അയോൺസ്, കോപ്പർ, സിൽവർ അങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ മെറ്റാലിക് സോളിഡ്സിന്റെ കാറ്റഗറിയിൽ വരും. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നതാണ് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. കോവാലന്റ് സോളിഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു പേരിന് തന്നെ അവരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ബോണ്ടിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അതായത് അവരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, കോവാലന്റ് സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന് ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണ്? ആറ്റംസ് ആണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്. കുറെ ആറ്റംസിനെ കോവാലന്റ് ബോണ്ട് വെച്ച് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോവാലന്റ് സോളിഡ്സ് കിട്ടും. കോവാലന്റ് ബോണ്ട് പ്രറ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ആറ്റംസിനെ സ്റ്റാക്ക് ചെയ്ത് പോകാൻ പറ്റും. ഈ കോവാലന്റ് ബോണ്ട് വെച്ചിട്ട് എത്ര ലെങ്ത്തിലും എത്ര ബ്രെഡ്ത്തിലും വേണമെങ്കിലും നമുക്ക് ഈ ഇതിനെ സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുപോയി വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. ബിഗ് 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് കോവാലന്റ് സോളിഡ്സിന് ഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരെ നമ്മൾ വേറൊരു പേരിൽ കൂടെ വിളിക്കുന്നത് നെറ്റ്വർക്ക് സോളിഡ്സ്. They are possible to make network structures. അത്രയും വലിയ വലിയ സ്ട്രക്ചേഴ്സ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. And they are hard and they are insulators. കാരണം അവരുടെ സ്ട്രക്ചറിനകത്ത് ഫ്രീ ഫ്ലോയിങ് ചാർജസ് ഒന്നുമില്ല. അതുകൊണ്ട് അവർ ഇൻസുലേറ്റേഴ്സ് ആണ്. അവർക്ക് വളരെ ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്വാർട്സ് ആൻഡ് ഗ്രഫൈറ്റ്, ഡയമണ്ട് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരും. ഇനി ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഗ്രഫൈറ്റ് ഇതിനൊരു എക്സെപ്ഷണൽ കേസാണ്. അതായത് യൂഷ്വലി പറയുകയാണെങ്കിൽ കോവാലന്റ് സോളിഡ്സ് ഹാർഡും ആണ് ഇൻസുലേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഗ്രഫൈറ്റിന്റെ കേസ് കുറച്ച് ഡിഫറെന്റ് ആണ്. അവര് സോഫ്റ്റും ആണ്, കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഗ്രഫൈറ്റ് എന്ന് പറയുന്നത്
അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. അതായത് കുറേ കാർബൺ ആറ്റംസിനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രഫൈറ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഗ്രഫൈറ്റ് ആണ്. ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ഗ്രഫൈറ്റ്. ഇപ്പൊ ഗ്രഫൈറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പല പല ലെയർ ആയിട്ടാണ്. ഇത് ഒരു ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ, അങ്ങനെ പല പല ലെയേഴ്സ് സ്റ്റാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രഫൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കാണുന്ന എല്ലാ ഡോട്ട്സും കാർബൺ ആറ്റംസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം കാർബൺ ആറ്റംസിനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഗ്രഫൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം കാർബൺ ആറ്റംസിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്, 4 ആണ് അതിന്റെ വാലൻസി. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ ആറ്റം എടുത്തു, ഈ കാർബൺ ആറ്റം ഇവിടെ 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് അത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു ആറ്റം കൺസിഡർ ചെയ്ത അത് 1 വാലൻസി, സെക്കൻഡ് 1 ആൻഡ് തേർഡ്, 3 വാലൻസിയെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ എവിടെ പോയി? ആ 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ ഇങ്ങനെയുള്ള 2 ലെയറിന്റെ ഇടയിൽ, അതായത് ഇവിടെ ഇങ്ങനെ ഇടയിലായിട്ടാണ് നമുക്ക് ആ 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ കാണാൻ പറ്റുക. ഇതിലെ ഓരോ ആറ്റംസിന്റെയും 4ാമത്തെ വാലൻസ് ഇലക്ട്രോൺ ഇതുപോലെ 2 ലെയേഴ്സിന്റെ ഇടയിലായിട്ടാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നിറയെ ഫ്രീ ഫ്ലോയിങ് ഇലക്ട്രോൺസ് ഇതുപോലെ ഓരോ ലെയറിന്റെ ഇടയിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അവർ എന്തായിരിക്കുന്നത്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രഫൈറ്റ്സിന് പല ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ലെയേഴ്സിന് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അവരെ ലൂബ്രിക്കൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ഗ്രഫൈറ്റ് ഇസ് എ ഗുഡ് ലൂബ്രിക്കൻറ്റ്. ഇനി സോഫ്റ്റും ആണ്, ഗ്രഫൈറ്റ് സോഫ്റ്റും ആണ്. ഇപ്പൊ നമ്മൾ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ കോവാലന്റ് സോളിഡ്സിന്റെ പേര് പോലെ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ആണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്, അവര് ഹാർഡ് ആണ്, ഫ്രീ ഫ്ലോയിങ് ചാർജസ് ഇല്ലാത്തത് കൊണ്ട് അവര് ഇൻസുലേറ്റേഴ്സ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. ഇതിനൊരു എക്സെപ്ഷണൽ കേസ് ഗ്രഫൈറ്റ് ആണ്. കാരണം ഗ്രഫൈറ്റിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അവര് കണ്ടക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാം. അതാണ് മോളിക്കുലർ സോളിഡ്സ്. മോളിക്കുലർ സോളിഡ്സിന്റെ പേര് സിഗ്നിഫൈ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് സ്റ്റാക്ക് ചെയ്തിട്ടാണ് മോളിക്കുലർ സോളിഡ്സ് വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണ്? മോളിക്യൂൾസ് ആണ്. മോളിക്കുലർ സോളിഡ്സിനെ നമുക്ക് 3 ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് പോളാർ സോളിഡ്സ്, second one is non-polar solids, and last one is hydrogen bonded solids. ഇനി എങ്ങനെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മോളിക്കുലർ സോളിഡ്സിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. ആറ്റംസിന്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പോളാർ ആണെങ്കിൽ ആ മോളിക്യൂൾ എന്താണ്? പോളാർ മോളിക്യൂൾ ആണ്. നോൺ പോളാർ ആണെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾ ആണ്. ഇൻ കേസ് ഒരു മോളിക്യൂളിനകത്ത് ഹൈഡ്രജനും അതുപോലെ തന്നെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ട് എങ്കിൽ അവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പോളാർ തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള 2 മോളിക്യൂൾസിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇടയിൽ, ആ 2 മോളിക്യൂൾസിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടിങ് ആയിരിക്കും. അതായത് ഈ മോളിക്യൂളിനകത്തുള്ള ഫസ്റ്റ് മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജനും അടുത്ത മോളിക്യൂളിനകത്തുള്ള ഇതേപോലെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഇതിന്റെ ബേസിസിലാണ് ഇങ്ങനെയുള്ള 3 ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് പോളാർ മോളിക്യൂൾസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ പോളാർ സോളിഡ്സ്, നോൺ പോളാർ മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നോൺ പോളാർ സോളിഡ്സും, ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ് ആയിട്ടാണ് വരാം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നത് പോളാർ ബോണ്ട് വെച്ചിട്ടാണെങ്കിൽ അത് പോളാർ മോളിക്യൂൾസും, നോൺ പോളാർ ബോണ്ട് വെച്ചിട്ടാണെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസും, പിന്നെ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനകത്ത്
ഹൈഡ്രജനും അതുപോലെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ ഇതുപോലെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവർക്ക് അതുപോലുള്ള സിമിലർ മോളിക്യൂൾ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണെങ്കിൽ അവരെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസ് എന്ന് നമ്മൾ പറയുന്നു. ഈ മോളിക്യൂൾസ് വെച്ചുണ്ടാക്കുന്നവരെ നമ്മൾ പോളാർ സോളിഡ്സ് എന്നും നോൺ പോളാർ സോളിഡ്സ് എന്നും ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ് എന്നും റെസ്പെക്റ്റീവ്ലി പറയുന്നു. ഇനി നമുക്ക് പോളാർ സോളിഡ്സിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പോളാർ സോളിഡ്സിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെങ്കിൽ HCl ആണ്. ഇപ്പൊ HCl എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ക്ലോറിനും നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഇസ് ഇലക്ട്രോ നെഗറ്റീവ്. ക്ലോറിനെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ ഇസ് ഇലക്ട്രോ പോസിറ്റീവ്. അപ്പൊ ഇവരുടെ ഇടയിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ചാർജ് സെപ്പറേഷൻ വരാണ്. അതായത് ഇവരുടെ ഇടയിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ക്ലോറിന്റെ അടുത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആകും. അപ്പോൾ ക്ലോറിൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഇവരുടെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഒക്കെ എന്തായി? കൊവാലന്റ് ബോണ്ടാണ്. പക്ഷെ ആ കൊവാലന്റ് ബോണ്ടിന് എന്തുണ്ട്? പൊളാരിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് പോളാർ കൊവാലന്റ് ബോണ്ടാണ് ഇവരുടെ ഇടയിൽ ഉള്ളത്. അതുകൊണ്ട് ഈ മോളിക്യൂൾസ് എന്താണ്? പോളാർ മോളിക്യൂൾസ് ആണ്. ഇങ്ങനെ പോളാർ ആയിട്ടുള്ള HCl സ്റ്റാക്ക് ചെയ്താണ് HCl സോളിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു HCl മോളിക്യൂൾ, ഇപ്പൊ HCl സോളിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നെക്സ്റ്റ് HCl മോളിക്യൂൾ വരാണ്. അപ്പൊ ഹൈഡ്രജന്റെ അടുത്തേക്ക് ഏതാ വരാം? ക്ലോറിൻ ആയിരിക്കും. കാരണം ക്ലോറിൻ ആണ് എന്തുള്ളത്? നെഗറ്റീവ് ചാർജ് ഉള്ളത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, ഇത് HCl മോളിക്യൂൾ, അടുത്തൊരു HCl മോളിക്യൂൾ ഇവിടെ വരാണെങ്കിൽ അതിന്റെ Cl ഹൈഡ്രജൻ ആയിട്ടായിരിക്കും ബോണ്ടിങ് വരാം. ആ ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൈപോൾ ഡൈപോൾ ബോണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും ഒരു HCl മോളിക്യൂളും അടുത്ത ഒരു HCl മോളിക്യൂളും തമ്മിൽ ഉണ്ടാകുന്നത്. കാരണം HClനകത്ത് എങ്ങനെയാ? ഒരു പെർമനന്റ് ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഒരു പെർമനന്റ് ചാർജ് സെപ്പറേഷൻ ഉള്ളത് കൊണ്ട് ഒരു HCl മോളിക്യൂൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത HCl മോളിക്യൂൾ എന്ത് തന്നെയാണ്? ഒരു ഡൈപോൾ ആണ്. അപ്പോൾ ഈ രണ്ട് HCl മോളിക്യൂൾസ് തമ്മിൽ എന്ത് ഇന്ററാക്ഷൻ വരും? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഇനി ഇവര് സോഫ്റ്റ് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇവർക്ക് ഉള്ളത്. ഇനി നോൺ പോളാർ സോളിഡ്സ് എടുത്തു. നോൺ പോളാർ സോളിഡ്സ് എടുക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ H2 ആണ്. H2 അതായത് രണ്ട് സിമിലർ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ മോളിക്യൂൾ ഉണ്ടാകുന്നത്. രണ്ട് സിമിലർ ആറ്റംസ് ആകുമ്പോൾ അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നതും സിമിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ചാർജ് സെപ്പറേഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരു അടുത്ത H2 മോളിക്യൂൾ വരുമ്പോൾ ഈ രണ്ട് H2 മോളിക്യൂൾസും തമ്മിൽ എന്ത് ഇന്ററാക്ഷൻ ആണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? അവർ തമ്മിൽ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ്? അവരും സോഫ്റ്റ് ആണ്, ഇൻസുലേറ്റേഴ്സ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അവർക്ക് ഉള്ളത്. നെക്സ്റ്റ് കാറ്റഗറി ആണ് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ് എടുക്കാം. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ് ആകുമ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് H2O ആണ്. ഒരു H2O മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യാം. H2O മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഹൈഡ്രജൻ ആണെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും വരും. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ എന്ത് ബോണ്ടാ വരാം? പോളാർ കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ഇടയിൽ വരിക. ഇനി ഒരു അടുത്ത H2O മോളിക്യൂള് ഈ H2O മോളിക്യൂളിന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊരു H2O മോളിക്യൂൾ ആണ്, ഇതും വേറെ ഒരു H2O മോളിക്യൂൾ ആണ്. അപ്പോൾ ഇതിലെ ഹൈഡ്രജൻ എന്തുണ്ട്? പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇതിലെ ഓക്സിജൻ എന്താണുള്ളത്? പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ വരുന്ന ഇന്ററാക്ഷൻ എന്തായിരിക്കും? ഹൈഡ്രജൻ ബോണ്ടഡ് ഇന്ററാക്ഷൻ. ഈ ഇന്ററാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി ഒരു നെക്സ്റ്റ് H2O മോളിക്യൂൾ വരാണെങ്കിൽ ഈ ഹൈഡ്രജനും അടുത്ത വരുന്ന H2O മോളിക്യൂളിന്റെ ഓക്സിജനുമായിട്ടൊരു ഹൈഡ്രജൻ ബോണ്ട് വരും. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് ഈ ഒരു സോളിഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറെ H2O മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ട് വഴി ബോണ്ട് ചെയ്തിട്ടാണ് നമുക്കൊരു H2Oന്റെ സോളിഡോ ലിക്വിഡോ അങ്ങനെ എന്ത് ഫോം നമുക്ക് കിട്ടുന്നത്. ഇവരും ഹാർഡാണ്, ഇൻസുലേറ്റേഴ്സ് ആണ്, ഇവർക്ക് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കും.
ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ മോളിക്കുലർ സോളിഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് വെച്ചിട്ടാണ്. മെയിൻ ആയിട്ട് 3 തരത്തിലുള്ള മോളിക്കുലർ സോളിഡ്സ് ആണുള്ളത്. പോളാർ സോളിഡ്സ്, അതായത് അതിനകത്തുള്ള പോളാർ മോളിക്യൂൾസ് വെച്ചിട്ടാണ് പോളാർ സോളിഡ്സ് ഉണ്ടായിരിക്കുന്നത്. ആ പോളാർ മോളിക്യൂൾസിന് പോളാർ സോളിഡ്സിന് ആ പേര് കിട്ടാൻ കാരണം ആ പോളാർ മോളിക്യൂൾസിന്റെ ഇടയിൽ 2 ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് പോളാർ ആയതുകൊണ്ടാണ്. നോൺ പോളാർ സോളിഡ്സ് ആണെങ്കിൽ നോൺ പോളാർ സോളിഡ്സിന്റെ ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് നോൺ പോളാർ ആണ്. ഹൈഡ്രജൻ ബോണ്ട് സോളിഡ്സ് ആണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് കപ്പാസിറ്റി ഉള്ള മോളിക്യൂൾസ് ആയിരിക്കും അതിനകത്ത് സ്റ്റാക്ക് ചെയ്ത് വരുന്നത്.